നമസ്കരിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കളെ പരിഗണിക്കാൻ പറ്റുന്നില്ല. ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ നെടുംതൂണുകളാകുന്ന മക്കൾക്ക്, ഉമ്മമാർക്ക് വീട്ടിലെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറാൻ പറ്റുന്നില്ല. പാതയോര വക്കുകളിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൂരപ്പറമ്പുകളിലും വാങ്ങുന്ന കളിപ്പാവകൾക്ക് പോലും 250ഉം 500ഉം വിലയിടുമ്പോ ജീവനുള്ള മനസ്സുള്ള ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ഹൃദയവും ഹൃദയത്തിന്റെ ചിന്തകളും ശരീരത്തിന്റെ ഞരമ്പുകളും ജീവിതത്തിന്റെ സർവവും നീക്കിവെച്ച മാതാപിതാക്കൾക്ക് 250 പോട്ടെ, ഒരു 25 രൂപയുടെ വില പോലും ഇന്ന് പല കുടുംബത്തിലും മക്കൾ കൊടുക്കുന്നില്ല. കവി പാടിയതുപോലെ തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ട കാലം മറന്നുപോയി, തൊട്ടിലാട്ടിയിരുന്ന കൈകൾ തൊട്ട കാലം മറന്നുപോയി. അല്ലേ, ചിന്തിച്ചു നോക്കൂ. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മകൻ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്. അവസാനമായി തന്റെ പിതാവിനെ ഐസിവിന്റെ ഉള്ളിൽ കയറി ചെന്ന് തന്റെ പിതാവിന്റെ കൈയൊന്ന് മുറുകെ പിടിച്ചപ്പോ തിരിച്ചു പിടിച്ച വാപ്പാന്റെ പിടുത്തം അവൻ കണ്ണുനീരോടെ പറയുന്നു, ഞാൻ അറിഞ്ഞു എന്റെ വാപ്പാന്റെ ശക്തി, ആയുസ്സുള്ള കാലത്ത് എന്റെ പിതാവിന്റെ കൈയിന്റെ ശക്തി. ആ മരിക്കുന്ന സെക്കൻഡിൽ എന്റെ പിതാവിന്റെ കൈയിലൂടെ ഞാൻ അറിഞ്ഞു. വല്ലാത്തൊരു ശക്തി, വല്ലാത്തൊരു മാർദ്ദവം, വല്ലാത്തൊരു ആ ജീവിതത്തിലേക്ക് ആ കൈയുടെ ഫലം ഞാൻ അറിഞ്ഞു. എന്റെ പിതാവിനെ ഒന്ന് കൈയറിഞ്ഞു തൊടാൻ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം വേണ്ടി വന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഓരോ കൈകളും തൊട്ട കാലം നമ്മൾ മറന്നിട്ടുണ്ട്. ഉണ്ടോ? സ്വന്തം വീട്ടിലിരിക്കുന്ന വാപ്പാന്റെ കൈയൊന്ന് പിടിച്ചാൽ 1000 സുക്കേടുകൾക്ക് ഗുളികകൾക്കുള്ള മരുന്നാണ് സ്നേഹമെന്ന പരിചരണം. ചേർത്തു പിടിക്കൽ, ചേർത്തു നിർത്തൽ, അത് ഉമ്മയായാലും വാപ്പയായാലും